ഓക്കെ, ഇഫ് യു വാണ്ട് ടു ബി മില്യനെയർ, നമുക്ക് കോടീശ്വരനാവണമെന്നുണ്ടെങ്കിൽ 1 കോടി ആൾക്കാരെ സഹായിച്ചാൽ മതി. 1 കോടി ആൾക്കാരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ മതി. അങ്ങനെ സോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ 1 കോടി ആൾക്കാരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് കോടീശ്വരനാകാൻ പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതാണ് 1 കോടി ആൾക്കാർ. ഈ 1 കോടി ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ നമുക്ക് കോടീശ്വരനാകാൻ പറ്റും. അതാണ് ഒരു റിച്ച് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ 1 കോടി ആൾക്കാരെ എങ്ങനെ സഹായിക്കും? അത് 1 കോടി ആൾക്കാരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഓർഗനൈസേഷനോ ഒരു കൂട്ടായ്മയ്ക്കോ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ബിഗ് ബിസിനസ്സിനാണ് അതിന് സാധിക്കുക. അപ്പോൾ ഏതൊരു ബിസിനസ്സായാലും ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനോ സർവീസിൻ്റെയോ ഇമ്പ്രൂവ്മെൻറ്റോ ആണ് ഏതൊരു പുതിയ ഐഡിയാസും പുതിയ ബിസിനസ്സും. അങ്ങനെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഇല്ലാത്ത ബിസിനസ്സൊന്നും അതൊരു ബിസിനസ്സായിട്ട് വളരില്ല. അപ്പോൾ ഈ 1 കോടി ആൾക്കാരുടെ പ്രോബ്ലംസ്, ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുകയോ ഒറ്റക്കോ കൂട്ടായിട്ടോ ഏതെങ്കിലും രീതിയിൽ സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ 1 കോടി ജനങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സർവീസുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള മെച്ചപ്പെടുത്തൽ കൊടുത്തിട്ട് ഈ 1 കോടി ആൾക്കാരും ആ ഒരു മെച്ചപ്പെടുത്തലിനെ അട്രാക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കോടീശ്വരനാവാം, അല്ലെങ്കിൽ ഇയാൾക്കൊരു മില്യനെയറാവാം. അപ്പോൾ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. 1 മില്യൺ ആൾക്കാരെ നമ്മൾ സഹായിക്കണം ഏതെങ്കിലും രീതിയിൽ. അങ്ങനെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു മില്യൺ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുന്നത് ഈ കറൻറ്റ് സിറ്റുവേഷനിൽ ഇയാളെ കൊണ്ട് സാധിക്കാൻ കഴിയുന്ന സംഭവമല്ല. ഇയാളുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് ഉള്ളതല്ല ഇപ്പോൾ ഈ മില്യൺ ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം, ഒരു ചെറിയൊരു പീസ് എടുക്കുക. ആ പീസിന് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ സഹായിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് ഞങ്ങൾക്ക് നോക്കാം. അങ്ങനെ സഹായിക്കാൻ പറ്റിയാൽ ആ ചെറിയ ഗ്രൂപ്പിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു സൊല്യൂഷൻ ഈ ഓരോ ചെറിയ ഗ്രൂപ്പിനും ആവശ്യമായിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്താൽ മൊത്തത്തിൽ എല്ലാവർക്കും ആ സൊല്യൂഷൻ വേണ്ടി വരും. അങ്ങനെ ആ സൊല്യൂഷൻ വേണ്ടി വന്ന സൊല്യൂഷൻ ഉപയോഗിച്ചാൽ ഇയാൾക്ക് സക്സസ്ഫുൾ ആവാം, മില്യനെയർ ആവാം. അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഈ ഒരു രീതിയിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പോകണം. ഇങ്ങനെ കുറേ ഗ്രൂപ്പാക്കി തിരിച്ചു. ഇത് സൊസൈറ്റീസ് ആക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇത് 1 സൊസൈറ്റി, 2 സൊസൈറ്റി, 3 സൊസൈറ്റി, 4 സൊസൈറ്റി, അങ്ങനെ ഒരുപാട് സൊസൈറ്റീസാക്കി തിരിച്ചു. അങ്ങനെ ഈ സൊസൈറ്റിയിലുള്ള ഇതിലുള്ള ഇൻഫ്ലുവൻസ് കറൻ്റ്ലി ഇയാൾക്ക് വളരെ കുറവാണ്. പക്ഷേ ഇതിലെ ഇൻഫ്ലുവൻസ് കുറച്ച് കൂടുതലാണ്. ഒരു സൊസൈറ്റിയിലാവുമ്പോൾ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി കൂടും. ഇവിടെ ഇൻഫ്ലുവൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി കൂടുതൽ കിട്ടി. അപ്പോൾ ഇതിനെ പിന്നെയും ഒരു മിനിയേച്ചർ ആക്കിയാൽ ഒരു ബിഗ് ഫാമിലി ആക്കി തരംതിരിക്കാൻ പറ്റും. ഈ ഒരു സൊസൈറ്റിനെ അതിനൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇതിൽ കുറേ ഫാമിലീസിൻ്റെ കളക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഒരു ബിഗ് ഫാമിലി, നമ്മളടങ്ങുന്ന നമ്മുടെ ഫാമിലി, ആ ഫാമിലിയിലുള്ള ഇൻഫ്ലുവൻസ് കുറച്ചും കൂടി കൂടുതലാണ്. ഇതിലുള്ള ഇൻഫ്ലുവൻസിനെക്കാളും കുറച്ചും കൂടി കൂടുതലാണ് ഈ ഫാമിലിയുള്ള ഇൻഫ്ലുവൻസ്. കാരണം സ്വന്തം ഫാമിലീസാണ്, എല്ലാവരും അറിയുന്നതാണ്, പേഴ്സണലായിട്ട് അറിയുന്നതാണ്. ഓക്കെ, ഇനി ഇതിനെ വീണ്ടും ഈ ഫാമിലീൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്താൽ ഈ സൊസൈറ്റിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ആകും. ഈ സൊസൈറ്റിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ആയാൽ ആ സൊല്യൂഷൻ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ അത് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ബിഗ് ഫാമിലി എത്തി. ഈ ഫാമിലിനെ പിന്നെയും തരംതിരിച്ചാൽ ഈ ഫാമിലീസ് എല്ലാം കളക്ഷൻ ഓഫ് ചെറിയ ചെറിയ ഫാമിലീസാണ്. ഈ ചെറിയ ഫാമിലിനെ പിന്നെയും നമ്മൾ എൻലാർജ് ചെയ്ത് നോക്കിയാൽ ഇതാണ് എൻലാർജ് ചെയ്ത ഫാമിലി. ഇതിൽ നമ്മളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുണ്ട്, നിങ്ങളുടെ വൈഫുണ്ട്, നിങ്ങളുടെ കുട്ടികളുണ്ട്. ഈ വൈഫും നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ വളരെ മോശമാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമ്മൾ എന്തെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ ആ മെച്ചപ്പെടുത്തുന്ന ഒരു സൊല്യൂഷൻ മറ്റുള്ള എല്ലാ ഫാമിലീസിനും ആവശ്യമായിട്ട് വരും. ആ സൊല്യൂഷൻ ഏതെങ്കിലും രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഒരു സർവീസ് രൂപത്തിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം, ആ ഒരു സൊല്യൂഷൻ എല്ലാ ഫാമിലീസും അട്രാക്റ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെയുള്ള വൈഫിൻ്റെ ഒരു പ്രശ്നം നമ്മൾ സോൾവ് ചെയ്താൽ ആ സൊല്യൂഷൻ എല്ലാവർക്കും വേണ്ടി വരും. അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയാൽ ആ ഒരു സൊല്യൂഷൻ ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ചിലപ്പം ആവശ്യമായിട്ട് വരും.
ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്താൽ ലോകത്തിലുള്ള എല്ലാ റിലേഷൻഷിപ്പിലും ആ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് മെച്ചപ്പെടുത്തിയാൽ അവർക്കും കൂടി ഉതകുന്ന രീതിയിൽ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസെപ്റ്റ് സിമ്പിളാണ്. നമ്മളെ ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത്, നമ്മളെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ വൈഫ്, നമ്മളെ കുട്ടികൾ, നമ്മളെ ഇവിടെ നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, വൈഫിന് ഇൻഫ്ലുവൻസ് ഉണ്ട്, കുട്ടികൾക്ക് ഇൻഫ്ലുവൻസ് കുറവാണ്. കാരണം അവർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്താൽ അത് സ്കെയിൽ ചെയ്യാൻ പറ്റും. അതാണ് കൺസെപ്റ്റ്. ഇനി ഇവിടെ ഇൻഫ്ലുവൻസ് കുറവാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രോബ്ലം, ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഓർ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ, കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, ഏതെങ്കിലും ഒരു ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ. ഒരു ഉദാഹരണം, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു, ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അവസാനം പല ടെക്നിക്കും ഉപയോഗപ്പെടുത്തി നമുക്ക് ഇംഗ്ലീഷ് പഠിഞ്ഞു, നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു പുതിയ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പഠിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പഠിഞ്ഞതുകൊണ്ട് ആ ടെക്നിക്ക് ഞാൻ ഏതെങ്കിലും രീതിയിൽ ഷെയർ ചെയ്യുക, എഡ്യൂക്കേഷൻ കണ്ടൻ്റ് ആക്കുകയോ കോച്ചിങ് കണ്ടൻ്റ് ആക്കുകയോ ചെയ്തിട്ട് ഷെയർ ചെയ്താൽ അത് ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ആ ടെക്നിക്ക് ഉപയോഗിച്ച് പഠിക്കാൻ കഴിയും. അങ്ങനെ എൻ്റെ ഏതെങ്കിലും പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ അത് എൻ്റെ കംപ്ലീറ്റ്ലി എൻ്റെ ഇൻഫ്ലുവൻസിലുള്ള സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലാണ്. അത് ചിലപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ അപ്ലൈ ചെയ്താൽ ഇത് ഇവിടേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും, ഇവിടേക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. ഇത് പിന്നെ അവസാനം ഇവിടേക്കും സ്കെയിൽ ചെയ്തിട്ട് ആ ഒരു സൊല്യൂഷനെ, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനെ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മില്യണറായി. ഇനിയിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ സ്കെയിൽ ചെയ്യും? അതായത് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത്, ഒരു കോടി ജനങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് നമ്മൾ സ്വന്തത്തിലേക്ക് വരും. സ്വന്തത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്താലേ ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. എൻ്റെ പ്രോബ്ലത്തിൽ തന്നെ ഞാൻ സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനെങ്ങനെ മറ്റുള്ളവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും? എനിക്ക് ഒരിക്കലും കഴിയില്ലല്ലോ. അപ്പോൾ എൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സൗഖ്യവും എനിക്ക് വേണം. അതുപോലെ തന്നെ എൻ്റെ ടൈമിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളും അത് മാനേജ് ചെയ്യാനുള്ള സ്കില്ലും എല്ലാം എനിക്ക് വേണം. ഇവിടെയുള്ള പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്താൽ അത് ഇവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്താൽ, ഒരു ഫാമിലീൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്താൽ മറ്റുള്ള ഫാമിലീൻ്റെ പ്രോബ്ലംസും അത് സോൾവ് ചെയ്യും. ആ സെയിം മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ കഴിയും. അത് മൊത്തത്തിൽ സ്കെയിൽ ചെയ്യാൻ കഴിയും. അതിന് സ്കെയിൽ ചെയ്യാൻ ഇപ്പോൾ വളരെ സുഖമാണ്. ഇൻ്റർനെറ്റ് ഉണ്ട്. ഇൻ്റർനെറ്റിൽ കൂടെ ഏത് സംഭവം വളരെ എളുപ്പം സ്കെയിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ് എല്ലാം ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ ഈ ഒരു കാര്യം, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള ഒരു സൊല്യൂഷൻ ആയിക്കോട്ടെ, ആ സൊല്യൂഷൻ ഇതിലേക്ക് സ്കെയിൽ ചെയ്യാൻ ഒരു പണിയില്ല. ഇത് ഒരു കാര്യം നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു ബിസിനസ് ആക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ബിസിനസ് ആക്കിയാൽ നമ്മളൊരു മില്യണറാവും. അങ്ങനെ മില്യൺ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു മില്യണറാവാൻ നമുക്ക് കഴിയും. അതാണ് കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ.